ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് മുതൽ നമ്മൾ ഇംഗ്ലീഷിൻ്റെ PYQ സീരീസ് ആരംഭിക്കുകയാണ്. ആദ്യം നമ്മൾ 2023 കംപ്ലീറ്റ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും അനുബന്ധ വിവരങ്ങളും നോക്കും. അതിനുശേഷം നമ്മൾ 2024 നോക്കും. പിന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. നിങ്ങൾ LDCയോ CPO ഡിഗ്രി പ്രിലിംസ് ഏത് എക്സാം ആണെങ്കിലും ഈ മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ദിവസം കഴിയും തോറും നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഓരോ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാൻ സാധിക്കും. അറിയുന്നവർ സ്വന്തമായിട്ട് ചെയ്ത് തുടങ്ങുക, എന്നിട്ട് ആൻസർ മാച്ച് ചെയ്യുക. അറിയാത്ത പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് തുടങ്ങാം. യൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദി ഫോളോയിങ് സെൻറ്റൻസ്. സുമ ബ്രോക്ക് ദ ഗ്ലാസ്. സുമ ബ്രോക്ക് ദ ഗ്ലാസ്. ഇപ്പോൾ ബ്രേക്കിൻ്റെ സെക്കൻഡ് ഫോം, അതായത് V2 ഫോമാണ് തന്നിരിക്കുന്നത്. V2 ഫോമാണ് തന്നിരിക്കുന്നത്. പിന്നെ തന്നിരിക്കുന്ന സെൻറ്റൻസിനകത്ത് നോട്ടും ഇല്ല. അപ്പോൾ ആൻസറിനകത്ത് എന്തുണ്ടാവും? നോട്ട് ചേർത്തിട്ട് വേണം വരാൻ. V2 ആകുമ്പോൾ എന്താ? ഡിഡ് വരും. ഡു ഡിഡ്. V2 ഫോം ആകുമ്പോൾ ഡിഡ് വരും. ഡിഡ് പ്ലസ് നോട്ട് ഡിഡിൻറ്റ്. സുമ എന്ന് പറയുന്നത് ഗേൾ ആയതുകൊണ്ട് ഷീ. ഡിഡിൻറ്റ് ഷീ. ഡ്രഗ്സ് ആൻഡ് ലിക്വർ ഡാഷ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. ഡ്രഗ്സ് ആൻഡ് ലിക്വർ ഡാഷ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. ഏതായിരിക്കും വരുന്നത് ഇതിൽ? ഇതിന് ആൻസർ വരുന്നത് ആർ. ഡ്രഗ്സ് ആൻഡ് ലിക്വർ ആർ ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. ഇതിൽ മാറ്റം വരുന്ന ചില കേസുകളുണ്ട്. അതായത് ബ്രെഡ് ആൻഡ് ജാം ഡാഷ് മൈ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ബ്രെഡ് ആൻഡ് ജാം, ബ്രെഡ് ആൻഡ് ജാം, ബ്രെഡ് ആൻഡ് ജാം ഡാഷ് മൈ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഇങ്ങനെ ചോദിക്കുമ്പോൾ ബ്രെഡും ജാമും രണ്ടായിട്ടുള്ള നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഒന്നായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് ഈസ്. അത് രണ്ടും ഒന്നിച്ച് ചേർത്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഈസ്. പിന്നെ ഇതിൽ എക്സെപ്ഷൻ വരുന്ന ഒരു കേസാണ് ബ്രെഡ് ആൻഡ് ജാം ഡാഷ് ബോട്ട് സെപ്പറേറ്റ്ലി. ഇവിടെ ശ്രദ്ധിക്കൂ. ബ്രെഡ് ആൻഡ് ജാം ഡാഷ് മൈ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതാണ് വരേണ്ടത്? ഈസാണ് വരേണ്ടത്. ഇഡ്ഡലി ആൻഡ് സാമ്പാർ ഡാഷ് മൈ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. അതും എന്തായിരിക്കും വരേണ്ടത്? ഈസാണ് വരേണ്ടത്. ബ്രെഡ് ആൻഡ് ജാം ഡാഷ് ബോട്ട് സെപ്പറേറ്റ്ലി. അത് രണ്ട് സാധനങ്ങളായിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ കേസിൽ നമ്മൾ എന്തേ യൂസ് ചെയ്യത്തുള്ളൂ? ആരെ യൂസ് ചെയ്യത്തുള്ളൂ? ഹാമർ ആൻഡ് സിക്കിൾ ഡാഷ് ബോട്ട് സെപ്പറേറ്റ്ലി. Hammer and sickle were bought separately. Hammer and sickle were bought separately. Okay. Next one. Pick out the correct spelling from the following option. Laziness. The spelling ഏതാ? LAZINESS. Laziness and LAZINESS. Pick out the most suitable word from the options given below. Lily gave up the struggle in dash. Grievous ഉണ്ട്, ഡിലേ ഉണ്ട്, despair, exclaim. ഏതായിരിക്കും വരുന്നത്? ഗ്രീവസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദോഷകരമായ എന്നുള്ള മീനിങ്ങിലാണ് വരുന്നത്. ഹാവിങ് വെരി സീരിയസ് എഫക്ട്സ് ഓർ കോസിങ് ഗ്രേറ്റ് പെയിൻ. അതാണ് ദോഷകരമായി ബാധിക്കുക എന്നുള്ള അർത്ഥമാണ് ഗ്രീവസിന് വരുന്നത്. ഡിലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിൽ നിന്ന് കുറച്ച് താമസിച്ച് നടക്കുന്ന കാര്യമാണ് ഡിലേ എന്നുള്ള മീനിങ് വരുന്നത്. ഡെസ്പെയർ ആണെങ്കിലോ നിരാശ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസിൽ അതാണ് സ്യൂട്ട് ആകുന്നത്. ലില്ലി ഗേവ് അപ്പ് ദ സ്ട്രഗിൾ ഇൻ ഡെസ്പെയർ. ഓപ്ഷൻ സി. മിസ്റ്റി പ്ലേസ് എ ഡാഷ് റോൾ ഇൻ ദ ഫിലിം. ഇപ്പോൾ ഡബിൾ റോൾ എന്നുള്ളതിന് യൂസ് ചെയ്യുന്നത് DUAL ഡ്യുവൽ. DUAL ഡ്യുവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ റോൾ. DUAL ഡ്യുവൽ എന്ന് വെച്ചാൽ എന്താണ്? ഡബിൾ റോൾ എന്നുള്ള മീനിങ് ആണ്. DUAL ഡ്യുവലിൻ്റെ മീനിങ് ആണ് ഡബിൾ റോൾ. DUEL എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈറ്റ് ബിറ്റ്വീൻ 2 പേഴ്സൺ ആണ്. DUEL ഫൈറ്റ് ബിറ്റ്വീൻ 2 പേഴ്സൺ. അതാണ് DUEL.
ഫൈറ്റ് ബിറ്റ്വീൻ ടു പേഴ്സൺ. അപ്പോൾ ഇവിടെ ഏതാ വരുന്നത്? മിസ്റ്റി പ്ലേസ് എ ഡാഷ് റോൾ ഇൻ ദ ഫിലിം. അപ്പോൾ ഏതാ? ഡ്യുവൽ റോൾ. DUAL. ഡ്യുവൽ എന്ന് വെച്ചാൽ ഡബിൾ റോൾ. ആ മീനിങ്ങിൽ വരുന്നതാണ് ഡ്യുവൽ. DUAL. എ വന്നു കഴിഞ്ഞാൽ ഡബിൾ റോൾ, ഇ വന്നു കഴിഞ്ഞാൽ ഫൈറ്റ് ബിറ്റ്വീൻ ടു പേഴ്സൺസ്. ഓക്കെ. ആൻറ്റണിം ഓഫ് ഡെസ്ക്. ഡെസ്കിൻ്റെ ആൻറ്റണിം ഏതാ? ഡോൺ. ഡെസ്കിൻ്റെ ആൻറ്റണിം ഏതാ? ഡോൺ. ഓപ്പോസിറ്റ് ജെൻഡർ ഓഫ് ദി ഡ്രേക്ക്. ഡ്രേക്കിൻ്റെ ഓപ്പോസിറ്റ് ജെൻഡർ ഏതാ? ഡക്ക്. ഡക്ക് ഡ്രേക്ക്. ഡക്ക് ഡ്രേക്ക്. സാധാരണ ഇപ്പോൾ ചോദിക്കാറുള്ളതാണ് റൂസ്റ്റർ ഹെൻ. റൂസ്റ്റർ എന്ന് പറഞ്ഞാൽ മാസ്കുലിനാണ്, ഹെന്ന് ഫെമിനിൻ ജെൻഡറാണ്. റൂസ്റ്റർ മാസ്കുലിൻ ജെൻഡറാണ്. റൂസ്റ്റർ മാസ്കുലിൻ ജെൻഡറാണ്. ഹെന്ന് ഫെമിനിൻ ജെൻഡറാണ്. റൂസ്റ്റർ മാസ്കുലിൻ ജെൻഡർ, ഹെന്ന് ഫെമിനിൻ ജെൻഡർ. ഡോങ്കിയുടെ ഏതൊക്കെയാണ് വരുന്നത്? ജാക്കും ജെന്നിയും. ജാക്ക് മാസ്കുലിൻ. ഡോങ്കിയുടേത് മാസ്കുലിൻ ജെൻഡർ ജാക്കും, ഫെമിനിൻ ജെൻഡർ ജെന്നിയും. ഡോവിൻ്റെ ആണെങ്കിൽ മാസ്കുലിൻ ജെൻഡർ കോക്കും, ഫെമിനിൻ ജെൻഡർ ഹെന്നും. ഒന്നും കൂടെ പറയാം. ഹെന്നിൻ്റെത് മാസ്കുലിൻ ജെൻഡർ റൂസ്റ്ററും ഫെമിനിൻ ജെൻഡർ ഹെന്നും. ഡോവിൻ്റെത് മാസ്കുലിൻ ജെൻഡർ കോക്കും ഫെമിനിൻ ജെൻഡർ ഹെന്നും. ഡോങ്കിയുടെ മാസ്കുലിൻ ജെൻഡർ ജാക്കും ഫെമിനിൻ ജെൻഡർ ജെന്നിയും. ഓക്കെ. റൊണാൾഡ് ഈസ് കമ്മിങ് ഡാഷ് ആൻ എയ്റോപ്ലെയിൻ. റൊണാൾഡ് ഈസ് കമ്മിങ് ബൈ ആൻ എയ്റോപ്ലെയിൻ. വി ട്രാവൽഡ് ബൈ കാർ. പിന്നീട് ഒരു മാറ്റം വരുന്ന കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സും ട്രെയിനും ഒക്കെ ആണെങ്കിൽ നമ്മൾ ഓൺ എന്നാണ് യൂസ് ചെയ്യുന്നത്. ബസ്, ട്രെയിന്, ബൈക്ക് അതൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ഓൺ ആണ് യൂസ് ചെയ്യുന്നത്. എയ്റോപ്ലെയിനും കാറും ഒക്കെ ആണെങ്കിൽ ബൈ. ഓക്കെ. ബസ്, ട്രെയിന്, ബൈക്കൊക്കെ ആണെങ്കിൽ ഓൺ. കറക്റ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് യൂസിങ് ദ അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ. രമേഷ് സോ എ ഈഗിൾ ഇൻ ദ സൂ. ഇവിടെ എന്താ വരേണ്ടത്? ഈഗിളിന് മുമ്പിൽ എന്താണ് വരേണ്ടത്? ആനാണ് വരേണ്ടത്. വവൽ സൗണ്ടിൻ്റെ മുമ്പിൽ എന്തേ വരത്തുള്ളൂ? ആനേ വരത്തുള്ളൂ. അതായത് ആ, എ, ഇ, ഐ, ഒ, യു. അതായത് ആ, ഇ, ഐ, ഒ, യു. ഇതിനിടയ്ക്ക് എ, ഇ, ഐ, ഒ, യു സൗണ്ട് വരുന്നതിന് മുമ്പിലെല്ലാം നമ്മൾ എന്താ യൂസ് ചെയ്യത്തുള്ളൂ? ആനേ യൂസ് ചെയ്യത്തുള്ളൂ. ബാക്കിയുള്ളതിനെല്ലാം എ ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, കമല ലവ്സ് മിനി. ഇതിൽ തന്നിരിക്കുന്ന സെൻറ്റൻസ് സിമ്പിൾ പ്രസൻറ്റിലെ ഒരു വാക്യമാണ്. അപ്പോൾ അത് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് V3 പ്ലസ് ബൈ സബ്ജക്റ്റ് വരും. ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് V3 പ്ലസ് ബൈ സബ്ജക്റ്റ് വരും. സിമ്പിൾ പ്രസൻറ്റിൽ തന്നിരിക്കുന്നതിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് V3 ഉപയോഗിക്കണം. ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് V3 യൂസ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഏതായാലും എങ്ങനെ വരും ഇത്? മിനി ഈസ് ലൗഡ് ബൈ കമല. മിനി ഈസ് ലൗഡ് ബൈ കമല. നിങ്ങൾക്കിത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.